ത്രിയേക ദൈവത്തിനു സ്തുതി. സൗഭാഗ്യവതിയും നിത്യകന്യകയും കറയില്ലാത്തവളുമായ മർത്തമറിയമേ, നിന്റെ വിശുദ്ധിയോടെ കൃപാനൗകി എന്ന പ്രോഗ്രാമിനെയും ഇതിലൂടെ എന്നെ ശ്രവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, അനർത്ഥ ദിവസങ്ങളിൽ നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. സങ്കീർത്തനം 27:5. ഇന്ന് സുരക്ഷിത സ്ഥാനം എവിടെയാണ്? ഇന്ന് ആരിലാണ് ആശ്രയിക്കുവാൻ കഴിയുക? എവിടെയെങ്കിലും ഇന്ന് സുരക്ഷിത സ്ഥാനം ഉണ്ടോ? തിരുസന്നിധിയുടെ മറവിൽ മറയുകയല്ലാതെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനം എവിടെയാണുള്ളത്? വേദപുസ്തകത്തിൽ അത്യുന്നതന്റെ മറവിൽ, തിരുനിവാസത്തിന്റെ തണലിൽ തന്റെ ഭക്തരെ കാത്തു സംരക്ഷിച്ചിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. 40 രാവും 40 പകലും നിലയ്ക്കാത്ത ജലപ്രളയത്താൽ ഭൂമി മൂടപ്പെട്ടപ്പോൾ നോഹയെയും കുടുംബത്തിലുള്ളവരെയും പെട്ടകത്തിൽ മറച്ചു ദൈവം സംരക്ഷിച്ചു. 3 മാസം പ്രായമായ മോശെ നൈൽ നദിയിലെ ഓളങ്ങളിൽ ഒഴുകിപ്പോകാതെ, ക്ഷുദ്രജന്തുക്കൾക്കും ജലജീവികൾക്കും ഇരയായി പോകാതെ ദൈവം സംരക്ഷിച്ചത് തന്റെ തിരുനിവാസത്തിലും മറവിലും ദൈവം മറച്ചതുകൊണ്ടല്ലേ? മുന്നിൽ ചെങ്കടലും പിന്നിൽ ആക്രമിക്കാനായി ആർത്തട്ടഹസിച്ചു വരുന്ന ഫറവോന്റെ സൈന്യവും കണ്ട് ഭയന്ന ഇസ്രായേലരെ ചെങ്കടലിനു മധ്യേ യഹോവ വഴിയൊരുക്കി കാത്തു സംരക്ഷിച്ചതും തിരുനിവാസത്തിന്റെ മറവല്ലേ? വേലികെട്ടി അത്യുന്നതന്റെ മറവിൽ കാത്തു സംരക്ഷിച്ച ഇയ്യോബിന്റെ ഭവനത്തിലേക്ക് സാത്താനു പോലും ദൈവത്തിന്റെ അനുമതിയില്ലാതെ കടക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നു ദൈവഭക്തരെ ദൈവം വേലികെട്ടി സംരക്ഷിക്കുന്നു. പൗലോസും കൂട്ടരും കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഈശാനുമൂലൻ എന്ന കൊടുങ്കാറ്റു ആഞ്ഞടിച്ച് കപ്പൽ ആടി ഉലഞ്ഞു കപ്പലിലെ ചരക്കുകളെല്ലാം പുറത്തേക്കിട്ടു. സൂര്യനെയും ചന്ദ്രനെയും കാണുവാനില്ല, ഭക്ഷിപ്പാൻ ഒന്നുമില്ല. രക്ഷയ്ക്കുള്ള ആശ നഷ്ടപ്പെട്ടപ്പോഴും പൗലോസു ദൈവിക ദർശനം കണ്ട് കപ്പലിലുള്ളവരോട് പറഞ്ഞു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണനു ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നും, പൗലോസേ, ഭയപ്പെടരുതേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്കു ദാനം ചെയ്തിരിക്കുന്നു എന്നു പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 27:22 മുതൽ 24 വരെയുള്ള വാക്യം. ഈ സംരക്ഷണം അനർത്ഥ ദിവസങ്ങളിലെ തിരുനിവാസത്തിലെ മറവിലുള്ള സംരക്ഷണമല്ലാതെ മറ്റെന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇന്ന് നാം കടന്നു പോകുന്നത് ഒരുപാട് വിചിത്രമായ സംഭവങ്ങളിലൂടെയാണ്. എങ്ങും കൊലയും കൊള്ളയും, ഭൂരിഭാഗം ജനങ്ങളും ലഹരിയുടെ മാസ്മാര ശക്തിയിൽ മറയുന്നു. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കണ്ടും കേട്ടും നടുങ്ങി വിറച്ചിരിക്കുകയാണ് സമൂഹം. തിന്മകൾ വർദ്ധിക്കുന്നു. ജീവനുള്ള സത്യേക ദൈവത്തെ മറന്ന് വിഗ്രഹാരാധനയിൽ ജനം മുഴുകുന്നു. അനർത്ഥ ദിവസങ്ങളിൽ, ഈ ആപൽഘട്ടങ്ങളിൽ നാം ആരിൽ വിശ്വസിക്കണം എന്നത് നാം അറിയണം.
ജീവനുള്ള ദൈവം നമ്മുടെ ഉപനിധി എന്ന് നാം വിശ്വസിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് ധൈര്യം നൽകും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. 2 തീമോത്തിയോസ് 1:12. ആപൽഘട്ടങ്ങളിൽ, വലിയ പ്രതിസന്ധികളിൽ, രോഗങ്ങളിൽ, അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ, തിരുനിവാസത്തിൽ മറഞ്ഞിരിക്കാം. കാരണം യഹോവ നമ്മുടെ വെളിച്ചവും രക്ഷയും ആകുന്നു. അതുകൊണ്ട് ദാവീദ് ഉറപ്പിച്ചു പറഞ്ഞ പോലെ നമുക്ക് പറയാം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്നും. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. 27-ാം സങ്കീർത്തനം 13-14. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.